മറ്റു നാടുകളിൽ നിന്നും കൊച്ചിയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു ലൈംഗിക കെണി അഥവാ സെക്സ് റാക്കറ്റ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പാർട്ട് ടൈം ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ കണ്ടുപിടിക്കും. പിന്നീട് അവർക്ക് പണം നൽകി അവരെ സഹായിച്ച് പിന്നീട് അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരു കഥ. സഹായിക്കുന്നതും ശിക്ഷിക്കുന്നതും ഒരാൾ തന്നെയാണ്. അയാളുടെ പേരാണ് അഷ്കർ അലി. അഷ്കർ അലിയുടെ പ്രധാന ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് പണം കൊടുത്ത് സഹായിക്കും. പിന്നീട് നല്ലൊരു സൗഹൃദം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം MDMA പോലെയുള്ള മാരക ലഹരി വസ്തുക്കൾ കൊടുത്ത് അവരെ അതിനെ അടിമയാക്കി മാറ്റും. പിന്നീട് ഈ പെൺകുട്ടികൾ പണം തിരിച്ചു കൊടുക്കാൻ നേരം ഇവൻ പറയുന്നത് എനിക്ക് പണമായിട്ട് വേണ്ട, ഞാൻ പറയുന്ന ജോലി ചെയ്താൽ മതി എന്നാണ്. ഒരു ലേഡിയും ഇവന്റെ കൂടെ ഉണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പിന്നീട് ആ പെൺകുട്ടികളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നു. 18, 19, 20 വയസ്സായ പെൺകുട്ടികളെ MDMA അഡിക്റ്റ് ആക്കി ഒരു ദിവസം 4-5 ആളുകളാണ് അതിക്രമം ചെയ്യുന്നത്. ഹലോ, ഒരു കസ്റ്റമർ ഉണ്ട്. 300 എടുക്കട്ടെ. 300 അല്ലേ നിനക്ക് കയറിയോ? അല്ലെങ്കിൽ ഒന്നുകൂടി ഉണ്ട്. അത് നിനക്കാണ്. 300 എടുക്കും. 300 അല്ലേ? ഈ അതിക്രമങ്ങളെല്ലാം നടക്കുന്നത് കൊച്ചിയിലെ പാലാരിവട്ടത്തുള്ള മിലാഗ്രോ ഹോംസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. മിലാഗ്രോ ഹോംസിന് ഈ ബിൽഡിംഗ് വാടക കൊടുത്തിട്ടുള്ളത് ഈ ബിൽഡിങ്ങിന്റെ മുതലാളിയായിട്ടുള്ളത് ഷെമ്മി മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലെയുള്ള സെക്സ് റാക്കറ്റിന്റെ കയ്യിൽ അകപ്പെടുന്ന പെൺകുട്ടികളെ MDMA പോലെയുള്ള മാരക ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ട് പിന്നീട് ഡിപ്രഷനിലോട്ടാണ് പോകുന്നത്. ഈ പെൺകുട്ടികൾക്ക് ഇതിൽ നിന്ന് പുറത്തടക്കാൻ ആകെ ഒരു വഴിയായിട്ട് കാണുന്നത് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പ്രതികരിക്കാനോ പ്രതികരിച്ചാൽ ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. മറ്റു നാടുകളിൽ നിന്നും കൊച്ചിയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു ലൈംഗിക കെണി അഥവാ സെക്സ് റാക്കറ്റ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പാർട്ട് ടൈം ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ കണ്ടുപിടിക്കും. പിന്നീട് അവർക്ക് പണം നൽകി അവരെ സഹായിച്ച്